ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, സ്റ്റേഷനറി ഐറ്റംസും അതുപോലെ നോട്ട് പാഡ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൊരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഡയക്കറ്റ് മാർട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. അവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അവരുടെ പേജിൽ കാണാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പർപ്പിൾ കളറിലുള്ള ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. നല്ല ഒരു എന്താ പറയുക, ഒരു എസ്തറ്റിക് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നല്ല എന്താ പറയുക, സ്മൂത്തായിട്ട് നല്ല എന്താ പറയുക, പഞ്ഞി പോലത്തെ ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ സിസോന്ന് മേടിച്ചിട്ടുള്ളൊരു കീ ചെയിൻ ആയിരുന്നു. ഇത് എവിടെ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ നടക്കുന്നു. സോ ഫൈനലി ഞാൻ അതിനെന്താ പറയുക, ആപ്റ്റായിട്ടുള്ളൊരു സ്പേസ് തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ അത് അതിൽ കിട്ടും. അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു A4 ഫയൽ ഫോൾഡറാണ് കേട്ടോ. നോയ്സ് ഉണ്ടാവും, സോ സോറി. അപ്പോൾ ഫയൽ ഫോൾഡറാണ് അടുത്തതായിട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ സാധാ നോർമൽ ഫയലല്ല. ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ ഇങ്ങനെ ലെയേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. പിന്നെ അധികം വെയിറ്റോ അധികം സംഭവങ്ങളൊന്നുമില്ല. നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു ഫയൽ ഫോൾഡറാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് കുറച്ച് നോട്ട് പാഡ്സും കാര്യങ്ങളൊക്കെയാണ്, പ്ലാനറൊക്കെയാണ്. സോ നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നോക്കാം, അത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇവരത് അധികം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ. പിന്നെ ചിലതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്സിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളുണ്ട് കേട്ടോ. ഐ മീൻ ചിൽഡ്രൻസിനൊക്കെ പറ്റിയ, കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഷാർപ്പനർ, അതുപോലെ ക്യൂട്ടായിട്ടുള്ള റേസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനം കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ അതിലിട്ടിട്ടുണ്ട് ഓൾറെഡി. സോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ ഇത് വീക്ക്ലി പ്ലാനറാണ്. അതിൻ്റെ മുന്നേ നമ്മൾ കണ്ടത് നോട്ട് പാഡാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. സാധാ നോർമൽ നോട്ട് പാഡാണ്, കുറച്ച് എന്താ പറയുക വലുത്. ഇത് വീക്ക്ലി പ്ലാനറാണ്. സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു വീക്ക്ലി പ്ലാനറാണ് കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊന്നും ചോദിക്കാൻ പാടില്ല. ഐ മീൻ ഞാനത് ചിലപ്പോൾ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാം. ഓക്കെ. പിന്നെ ഇതൊരു വിൻറ്റേജ് ബോക്സാണ്, സ്റ്റിക്കർ ജേർണലിംഗ് ബോക്സാണ് കേട്ടോ. ഇത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു, കാരണം 3 എണ്ണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 4ാമത്തെ കള്ളിയിലൊന്നുമില്ല. പിന്നെ മറ്റേതെടുത്തപ്പം അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിക്കുകയാണ്, താഴേക്ക് വന്നിക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് തന്നെ 100 സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. 25 അങ്ങനെ വീതം 100 എണ്ണം ഉണ്ടായിരുന്നു. അടിപൊളി സംഭവം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഒരുപാട് ഇഷ്ടമായി. ഇടയിൽ വരുന്ന കൈ എൻ്റെ മോൻ്റെ കൈയാണ്. അത് ബോധറിയണ്ട, ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് വേണം എന്ന് പറഞ്ഞിട്ട്. സോ അതാണിത്. ഇതൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് കുറേ ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ക്ലേ ആണ്. നോർമൽ ക്ലേ അല്ല, ഫോം ക്ലേ ആണ് കേട്ടോ. കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് കത്തിമണ്ടാളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്കെല്ലാം ഷേപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവനക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചു. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്തിട്ട് അവനക്ക് കൊടുത്തതാണ് ഒരു സമാധാനത്തിന്. അപ്പോൾ കുറച്ച് നേരം പിന്നെ അങ്ങനെ അതിന് വന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് കേട്ടോ. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ സാധാ നോർമൽ ക്ലേ ഉണ്ടല്ലോ, അതല്ല. ഇതെന്താ വെച്ചാൽ ഫോം ക്ലേ ആണ്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ അടുത്ത ഐറ്റംസ് ഒരു സ്റ്റിക്കർ പാഡാണ്. നോർമലായിട്ടുള്ള സ്റ്റിക്കറാണ്, പക്ഷേ നല്ല സ്പോഞ്ചായിട്ടുള്ള എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, രസമുണ്ട് കാണാൻ. പിന്നെ ഒരു സ്റ്റിക്കി നോട്ടാണ്. നമുക്ക്
എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് മറന്നു പോകാതിരിക്കാനോ അങ്ങനെ ഇപ്പോൾ നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെയൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാനൊക്കെ ഉപയോഗിക്കാം സ്റ്റിക്കി നോട്ട്സ്. ഇത് കുറച്ച് ക്യൂട്ടായിട്ടാകുമ്പോൾ നമുക്കത് ചെയ്യാനൊരു ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ. 49 റുപ്പീസും അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ. പിന്നെ അടുത്ത് ഞാൻ കുറച്ച് പെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. പർപ്പിൾ കളറുള്ള 2 പെന്ന് സാധാ നോർമൽ പെന്നാണ്. അതിനത്ര വലിയ റേറ്റൊന്നുമില്ല. മറ്റേത് രണ്ടും കുറച്ച് റേറ്റ് കൂടിയതാണ്. ഒരു 50 റുപ്പീസാണ് മറ്റേത്. ഇത് രണ്ടും 30 റുപ്പീസാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എഴുതാനും അത്യാവശ്യം നല്ല കുഴപ്പമില്ല. പിന്നെ ഇതൊരു 80 റുപ്പീസിന് 4 നോട്ട്ബുക്ക് പോലെ വരുന്നതാണ്. കുറച്ച് പേജസേ ഉള്ളൂ കേട്ടോ, തോന്നുന്ന പേജസൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെറുതായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. നല്ല സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അത്. പിന്നെ ഇത് സോപ്പാണ് കേട്ടോ. പക്ഷേ കണ്ടാൽ തോന്നില്ല അല്ലേ, നമുക്ക് ഈ ട്രാവലിങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2-3 പീസ് എടുത്താൽ തന്നെ അധികം നല്ല സോപ്പായിട്ട് നമുക്ക് പതിയുന്നുണ്ട് കേട്ടോ. ആ സാധനമാണിത്. ഓക്കെ, അടുത്തത് ഒരു പെൻസിലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ പേനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പെൻസിലാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റുന്ന. അതിൻ്റെ കൂടെ തന്നെ ഒരു നിബ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ആ ഒരു സ്മൈലി എന്താ പറയുക ബൊമ്മക്കുട്ടി ഉണ്ടല്ലോ, അതതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് ധൃതി കാരണം അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോന്നു. സോ പ്രശ്നമില്ല, നമുക്കതൊരു ഗം വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, ഇല്ല സീനില്ല, നമുക്ക് സെറ്റാക്കാം. ഇൻഷാല്ലാ വരും വ്ളോഗിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, നല്ല കുട്ടികളല്ലേ. ഓക്കെ, അപ്പോൾ ഫൈനലി സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിരുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഡൈ കട്ട് മാർക്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, വരും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ അതുപോലൊക്കെ ആവാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ, സീ യു.